ഹലോ എവരിവൺ. നമ്മളിപ്പോൾ ഡൽഹിയിലാണ്. നമ്മൾ പുതിയ വിറ്റാർ ഓടിക്കാൻ വേണ്ടി വന്നതാണ്. രാവിലെ 10:45 11 മണി ആവാറായി. പക്ഷേ എന്നാലും ഇവിടുത്തെ ഫോഗ് മാറിയിട്ടില്ല. ഭയങ്കര വിസിബിലിറ്റി കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കത് അധികം ദൂരം ഓടിക്കേണ്ട, അധികം സമയം ഓടിക്കേണ്ടതുകൊണ്ട് ആ റിസ്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. ഓൾസോ ബിക്കോസ് ഐ ഹാവ് ഡ്രിവൺ ഇറ്റ് എക്സ്റ്റെൻസീവ്ലി. ഇപ്പോൾ ഒരു 1000 കിലോമീറ്റേഴ്സോളം ഞാനിത് ഓടിച്ചിരുന്നു. ഞാനൊരു റോഡ് ട്രിപ്പിന് പോയിട്ടുണ്ടായിരുന്നു. സാധാരണ ഞാൻ വികളും കൊണ്ട് അങ്ങനെ റോഡ് ട്രിപ്പൊന്നും പോകാറില്ല. വികൾ സിറ്റിയുടെ അകത്ത് ഉപയോഗിക്കാൻ പെർഫെക്റ്റ് ആണ്. കാരണം നമുക്കറിയാം എത്രത്തോളം റേഞ്ച് കിട്ടും എന്നുള്ളത്. നമുക്ക് ഏത് റൂട്ടാണ് പോകേണ്ടത് നമുക്കറിയാം. എത്ര ദിവസം കൂടുമ്പോൾ ചാർജ് ചെയ്യണം എന്നറിയാം. എവിടെ ചാർജിങ് സ്റ്റേഷൻ ഉണ്ടെന്നറിയാം. പലരും വീട്ടിൽ തന്നെ ആയിരിക്കും ചാർജ് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് ആ ടെൻഷനും ഇല്ല. പക്ഷേ നമ്മൾ റോഡ് ട്രിപ്പ് പോണ സമയത്ത് കാര്യങ്ങളൊക്കെ മാറും. നമുക്ക് എവിടെ ചെല്ലുമ്പോഴാണ് ചാർജ് ചെയ്യുക എന്നറിയില്ല. ചെല്ലണോടത്ത് ചാർജർ ഉണ്ടാവുമോ നമുക്കറിയില്ല. ഇനി ചാർജർ ഉണ്ടെങ്കിൽ തന്നെ വർക്കിംഗ് ആണോ എന്നറിയില്ല. അവിടെ വേറെ ആരെയും ചാർജ് ചെയ്തുകൊണ്ടിരിക്കുകയാണോ നമുക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് കുറേയധികം അൺസർട്ടനിറ്റി ഉണ്ട്. നമുക്കെല്ലാം പ്ലാൻ ചെയ്തിട്ട് വേണം നമുക്ക് പോകാനായിട്ട്. പിന്നെ നമുക്ക് ഇത്തിരി നേരം സ്പീഡിൽ ഓടിക്കണം എന്ന് തോന്നിയാൽ ചാർജ് പെട്ടെന്ന് ഇറങ്ങും. ചിലപ്പോൾ അടുത്ത ചാർജർ വരെ എത്തില്ല. ആ കാൽക്കുലേഷനൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പൊതുവേ ഹൈവേ ട്രിപ്പുകൾക്ക് ഐ ഡോണ്ട് ലൈക്ക് EVs. ഞാനങ്ങനെ സാധാരണ ഇലക്ട്രിക് വണ്ടിയും കൊണ്ട് പോകാറില്ല. ഐ യൂഷ്വലി പ്രിഫർ മൈ പെട്രോൾ കാർസ്. പെട്രോൾ അടിക്കുന്ന സമയത്തൊരു വിഷമമുണ്ട്. പക്ഷേ എന്നാലും മനസ്സമാധാനമുണ്ട്. നമുക്ക് സമാധാനമായിട്ട് എവിടെ വേണമെങ്കിലും പോയി വരാം എന്നുള്ളത്. പക്ഷേ ഈ രാജ്യത്തെ ഏറ്റവും വലിയ കാർ മാനുഫാക്ചർ ആദ്യമായിട്ടൊരു ഇലക്ട്രിക് കാർ ഉണ്ടാക്കിയിട്ട് അത് ലോകം മുഴുവൻ വിൽക്കുന്നതിന് മുമ്പ് നമ്മളോടൊരു റോഡ് ട്രിപ്പ് കൊണ്ടുപോകണമെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ എന്താ പറയുക? നോ തന്നെയാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ അവരെന്നെ നിർബന്ധിച്ച് പറഞ്ഞു വിട്ടു ഗൈസ്. അവർ പറഞ്ഞു ഞങ്ങൾ എല്ലായിടത്തും ചാർജിങ് നെറ്റ്വർക്ക് വെച്ചിട്ടുണ്ട്. നമ്മൾ ഒരു ഹോൾ ഇക്കോ സിസ്റ്റം തന്നെ ഇതിനു വേണ്ടി ബിൽഡ് ചെയ്തിട്ടുണ്ട്. ഓരോ 10 കിലോമീറ്റർ ഓടുമ്പോഴും ഓരോ ചാർജർ. അതാണ് മാരുതി കണ്ട സ്വപ്നം എന്ന് അവർ പറഞ്ഞ്. അപ്പോൾ അങ്ങനെ അതൊന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പോയതാണ്. അപ്പോൾ അങ്ങനെ ഒരു 1000 കിലോമീറ്റേഴ്സ് നമ്മൾ കർണാടകയിലും തമിഴ്നാട്ടിലുമായിട്ട് കവർ ചെയ്തു. അപ്പോൾ അതിലെ കാര്യങ്ങളൊക്കെ നമുക്ക് എത്രത്തോളം റിയൽ വേൾഡ് റേഞ്ച് ഉണ്ട്, എത്രത്തോളം ചാർജിങ് നെറ്റ്വർക്ക് ഉണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താം. വെൽക്കം ടു കണ്ടന്റ് വിത്ത് കാഴ്സ്. അപ്പോൾ ഈ വിറ്റാർ ഉണ്ടാക്കിയേക്കുന്നത് ഹാർടെക് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. വിച്ച് ഈസ് ബേസിക്കലി അവരുടെ ഇപ്പോഴത്തെ കറണ്ട് ജനറേഷനിലുള്ള എല്ലാ വണ്ടികളും ഹാർടെക് പ്ലാറ്റ്ഫോം എന്നാണ് പറയുന്നത്. അതിൻ്റെ ഇലക്ട്രിക് വേർഷനാണ് ഹാർടെക് ഇന്റേണലി ഇതിനെ PCE എന്നാണ് വിളിക്കുന്നത്. സി എന്ന് പറയുന്ന ആ ഒരു സൈസ് ഓഫ് കാറുകളാണ്. ഇപ്പോൾ സ്വിഫ്റ്റ് ആണെങ്കിൽ PB5 ആണ്. ഇത് PCE ആണ്. അപ്പോൾ അതുകൊണ്ട് എന്നുള്ളത് ഇലക്ട്രിക്കിനെ ഡിനോട്ട് ചെയ്യുന്നു. P സ്റ്റാൻഡ് ഫോർ പ്ലാറ്റ്ഫോം. ഈ ഒരു പ്ലാറ്റ്ഫോം സുസുക്കി ശരിക്കും പറഞ്ഞാൽ വളരെ ലേറ്റ് ആയിട്ടാണ് ഡെവലപ്പ് ചെയ്യുന്നത്. കാരണം ബാക്കിയുള്ളവരൊക്കെ ഇലക്ട്രിക് കാർ ഇറക്കി അടുത്ത ജനറേഷൻ ഇറക്കി മൂന്നാമത്തെ ജനറേഷനിലേക്ക് പോകുമ്പോൾ സുസുക്കി അവരുടെ ആദ്യത്തെ ഇലക്ട്രിക് കാർ ഉണ്ടാക്കുന്നുള്ളൂ. ആൻഡ് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം UK പോലത്തെ പല മാർക്കറ്റ്സിൽ അവർ കെഫെ നോംസ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ വണ്ടിയിലും കാര്യമായിട്ടുള്ള വലിയ ഫൈനൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിലും വരും. അപ്പോൾ അതുകൊണ്ട് ഹാവിങ് ആൻ ഇലക്ട്രിക് കാർ ഈസ് നൗ വെരി ഇമ്പോർട്ടൻറ്റ്. എല്ലാ മാനുഫാക്ചറേഴ്സിനും വേറെ വഴിയൊന്നുമില്ല. ദേ നീഡ് ടു ഹാവ് ആൻ ഇലക്ട്രിക് കാർ ഓർ ടു ഇൻ ദെയർ പോർട്ട്ഫോളിയോ. അപ്പോൾ അങ്ങനെ ഡെവലപ്പ് ചെയ്തൊരു വണ്ടിയാണ്. നമ്മളിതിൻ്റെ കോൺസെപ്റ്റ് ഫോമിൽ നമ്മൾ ഈ വണ്ടി കണ്ടിട്ടുണ്ട്. EVX എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ആൻഡ് അതിൽ നിന്ന് കാര്യമായിട്ടുള്ള സ്റ്റൈലിംഗ് ചേഞ്ചസ് ഒന്നുമില്ല. ഇറ്റ് കെയിം ഔട്ട് ലുക്കിംഗ് ഓൾമോസ്റ്റ് ദ സെയിം. ഈ ഒരു പ്രൊഡക്ഷൻ വേർഷൻ ഇറങ്ങിയപ്പോഴും വലിയ അഡ്വഞ്ചറസ് ഒന്നല്ല. ഇറ്റ് ലുക്സ് ലൈക്ക് എനി അതർ ക്രോസ് ഓവർ. കുറച്ചൊരു ലോസ് ലൈൻ ക്രോസ് ഓവർ പോലെയാണ്. റൂഫ് ലൈനൊക്കെ കുറച്ചും കൂടി താഴെയാണ്. ഷോൾഡർ ലൈൻ പൊങ്ങിയിട്ടുള്ള പോലത്തെ ഒരു ക്രോസ് ഓവറാണ്. ഇറ്റ് ലുക്സ് റിയലി ലോങ്. വലിയ വീൽ ബേസ് ആണ്. വലിയ വീൽസ് ആണ്. 18 ഇഞ്ച് വീൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. സോ ഇറ്റ് ലുക്സ് വെരി പ്രൊപ്പോർഷനേറ്റ്. വലിയ കുഴപ്പമൊന്നുമില്ല. ഫ്രണ്ടിൽ ഇപ്പോൾ കാണുന്ന ആ ഒരു ഹെഡ് ലാമ്പ് താഴെയും DRL മുകളിലായിട്ടുള്ള ആ ഒരു ലൈറ്റിംഗ് സിസ്റ്റം അവർ യൂസ് ചെയ്തിട്ടില്ല. ഇറ്റ് ലുക്സ് ലൈക്ക് ഇറ്റ് ആസ് എ പ്രോപ്പർ ഫേസ്. ബാക്കിൽ നോക്കുകയാണെങ്കിലും ഒരു ഫുൾ കണക്റ്റഡ് സ്ട്രിപ്പ് പോലത്തെ ഒരു ലൈറ്റിംഗ് എലമെൻ്റ് ഉണ്ട്. പക്ഷേ അതിൻ്റെ ഉള്ളിൽ സെപ്പറേറ്റഡ് എലമെൻറ്റ്സ് ആയിട്ടാണ് ആക്ച്വൽ ലൈറ്റിംഗ് എലമെൻറ്റ്സ് വന്നേക്കുന്നത്. ഫ്രണ്ടിൽ ഒരു ഇൻവേർട്ടഡ് ട്രപ്പിസോയിഡൽ ഷേപ്പിൽ ഒരു ലോവർ ഗ്രില്ല് വന്നിട്ടുണ്ട്. അതിൻ്റെ എഡ്ജസിലായിട്ട് നമുക്ക് ഫോഗ് ലാംപ്സ് ഇരിക്കുന്ന കാണാൻ പറ്റും. ഹെഡ് ലാംപ്സും ടെയിൽ ലാംപ്സും ഒക്കെ ഒരു സ്മോക്ഡ് എഫക്റ്റ് ആണ്. അതിൻ്റെ ഉള്ളിലേക്ക് ഡാർക്ക് കളറിലാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വേറെ റിഫ്ലക്റ്റീവ് എലമെൻറ്റ്സ് ഒന്നുമില്ല. സോ ഇറ്റ് ലുക്സ് ബിറ്റ് മോഡേൺ. വളരെ മിനിമലിസ്റ്റ് ആണ്. ചാർജിങ് പോർട്ടൊക്കെ ഫ്രണ്ട് ലെഫ്റ്റ് ഫെൻഡറിലാണ്. കുറച്ചൊരു മസ്കുലാർ പോലത്തെ ഒരു സ്റ്റൈലിംഗ് ആണ്. ഫ്രണ്ട് ഫെൻഡേഴ്സിൽ ആ ബോണ്ടായിട്ട് മീറ്റ് ചെയ്യുന്ന ഭാഗത്ത്, അതുപോലെ തന്നെ ബാക്കിലത്തെ ഫെൻഡറിനൊക്കെ ചെറിയൊരു ബൾജൊക്കെ കൊടുത്തിട്ടുണ്ട്. താഴെ ഫുൾ ക്ലാഡിങ്സ് ഉണ്ട്. പ്ലാസ്റ്റിക് ക്ലാഡിങ്സ് എല്ലാം കൊടുത്തിട്ടുണ്ട്. വീൽ ആർച്ചിൻ്റെ ട്രിമ്മും ബാക്കിയൊക്കെ ആയിട്ട്. വീൽസ് കാണാൻ നല്ല ഭംഗിയുണ്ട്. 18 ഇഞ്ചാണ്. ആൻഡ് ദേ ഫിൽ ദ വീൽ ആർച്ചസ് റിയലി വെൽ. ഒരു ബ്ലാക്ക് ആൻഡ് പോളിഷ് ഫേസ് പോലത്തെ ഒരു ഡിസൈനാണ്. 5 സ്പോക്കിൻ്റെ ഒരു പാറ്റേൺ പോലെയാണ്. ആൻഡ് ഇറ്റ് ലുക്സ് ദ പാർട്ട്. റിയറിലേക്ക് വരുമ്പോഴത്തേക്കും റൂഫൊക്കെ കുറച്ചും കൂടി ഒന്ന് സ്ലോപ്പ് ഡൗൺ ചെയ്ത് വളരെ ഒരു ടേപ്പേർഡ് ആയിട്ടുള്ള പോലത്തെ ഒരു റൂഫ് ലൈനായിട്ടാണ് അത് നമുക്ക് തോന്നുക. അവർക്ക് വേണമെങ്കിൽ ഈ വണ്ടി കുറേ കൂടി സ്പേഷ്യസ് ആക്കാമായിരുന്നു. ഈ ഒരു പില്ലേഴ്സൊക്കെ കുറച്ചും കൂടി ഹൈറ്റ് കൊടുത്തിരുന്നെങ്കിൽ, ഇത്രയും മെറ്റൽ കൂടുതൽ കൊടുത്താൽ മതിയായിരുന്നു. ഇറ്റ് വുഡ് ഹാവ് ബീൻ എ മച്ച് മോർ പ്രാക്ടിക്കൽ കാർ. പിന്നെ കുറേ കൂടി യൂറോപ്യൻ ടേസ്റ്റുകൾക്ക് ചിലപ്പോൾ ഈ ഒരു വണ്ടി ആയിരിക്കും അവർക്ക് ഇഷ്ടമാകാമെന്ന് വിചാരിച്ചിട്ടായിരിക്കും. ഇത് ഹാർടെക് എന്ന് വിളിക്കുന്നുണ്ടെങ്കിലും ഇതൊരു ഡെഡിക്കേറ്റഡ് EV പ്ലാറ്റ്ഫോമാണ്. ആൻഡ് അത് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയൊരു കംപ്ലയിൻറ്റും. ഈ ഒരു വണ്ടി ഇവർ ഗ്രൗണ്ട് സബ് ഡെവലപ്പ് ചെയ്തതാണ്. എക്സിസ്റ്റിംഗ് ഒരു മോഡൽ എടുത്തിട്ട് അതിന് EV ആക്കി കൺവേർട്ട് ചെയ്തതല്ല. അപ്പോൾ അതുകൊണ്ട് ദേ ഹാഡ് ഓൾ ദ ഫ്രീഡം. അവർക്ക് ഇഷ്ടം പോലെ എന്ത് വേണേലും ചെയ്യാമായിരുന്നു. ആൻഡ് അവരെന്തിനത് ഫ്രണ്ട് വീൽ ഡ്രൈവ് ആക്കി എന്നുള്ളതാണ് എൻ്റെ ക്വസ്റ്റ്യൻ.
ആൻഡ് ബാക്കിൽ മോട്ടർ കൊടുക്കാനുള്ള പ്രൊവിഷനും കൊടുത്തിട്ടുണ്ട്. കാരണം ഇതിൻ്റെ ഡ്യുവൽ മോട്ടർ വേരിയൻ്റ് ഉണ്ട്, ഓൾ വീൽ ഡ്രൈവ് വേർഷനൊക്കെ യൂറോപ്പിൽ വിൽക്കുന്നുണ്ട്. സോ പ്രൈമറി മോട്ടർ ബാക്കിൽ കൊടുത്തിട്ട് ഫ്രണ്ടിൽ വേണമെങ്കിൽ ഓൾ വീൽ ഡ്രൈവിന് ചെറിയ മോട്ടർ കൊടുക്കുന്ന പോലത്തെ ഒരു സിസ്റ്റം ആക്കി മാറ്റിയാൽ മതിയായിരുന്നു. ഇതിൻ്റെ റിവേഴ്സ് തന്നെ കൊടുക്കാമായിരുന്നു. ബാക്ക് വീൽസ് ആർ ഓൾവേസ് മെൻ ഫോർ പവർ ആൻഡ് ഫ്രണ്ട് വീൽസിന് സ്റ്റിയറിംഗ് മാത്രം ചെയ്താൽ മതിയായിരുന്നു. വെയിറ്റ് ഡിസ്ട്രിബ്യൂഷൻ അത് ബെറ്റർ ആയിരുന്നു, സേഫ്റ്റിക്ക് ബെറ്റർ ആയിരുന്നു, സ്പേസ് മാനേജ്മെൻറ്റിന് ബെറ്റർ ആയിരുന്നു. ആൻഡ് ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു ഗ്രൗണ്ട് സപ്പ് EV ഉണ്ടാക്കുമ്പോൾ എളുപ്പം ചെയ്യാവുന്ന കാര്യങ്ങളാണ്. ഐ ഡോണ്ട് നോ വൈ സുസുക്കി ഡിഡ് നോട്ട് ഡു ദാറ്റ്. ഇതിന് തന്നെ ഒരു ടൊയോട്ട വേർഷനും വരുന്നുണ്ട്, അർബൻ ക്രൂസർ എന്നുള്ള പേരിൽ, ഡിഫറെൻറ്റ് സ്റ്റൈലിംഗ് ഫ്രണ്ട് ആൻഡ് ബാക്ക്. എനിക്ക് ആക്ച്വലി കാണേണ്ടത് ഇതിൻ്റെ ഒരു ജിംനി ബോഡിയുടെ വേർഷനാണ്. അതായത് ഈ ഒരു ഷാസിയുടെ മുകളിൽ ഒരു ജിംനിയുടെ പോലത്തെ ഒരു സ്ക്വയറിഷ് ബോഡി വെച്ചിട്ട് ഒരു 50 കിലോമീറ്റർ റേഞ്ച് കുറഞ്ഞാലും സാരില്ല, അങ്ങനത്തെ ഒരു വണ്ടിക്ക് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര അപ്പീലായിരിക്കും. ഇന്ത്യൻ മാർക്കറ്റിൽ എനിക്കറിയില്ല, ബട്ട് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ഇറ്റ് വിൽ ഡെഫിനറ്റ്ലി ടേക്ക് ഓഫ്. ഇതിൽ യൂസ് ചെയ്യുന്ന കമ്പോണൻസ് ഒക്കെ അവർ BYDയുടെ നിന്ന് മേടിക്കുന്നതാണ്. സോ ബാറ്ററി ബ്ലേഡ് സെൽസ് ആണ് ഫ്ലോറിൻ്റെ ഇടയിൽ പാക്കേജ് ചെയ്തിട്ടുണ്ട്. ഫ്ലോർ അത് കാരണം തന്നെ നല്ല തിക്നെസ് ഉണ്ട്, നല്ല ഹൈറ്റ് ഉണ്ട്. ഫ്രണ്ട് മൗണ്ടഡ് ആയിട്ട് ഫ്രണ്ട് വീൽ ഡ്രൈവ് ആയിട്ടാണ് ഇതിൻ്റെ മോട്ടർ ഇരിക്കുന്നത്. അതൊരു ക്രാഡിൽ ടൈപ്പ് ഫ്രെയിമിലാണ് വെച്ചേക്കുന്നത്. ഫ്രണ്ടിൽ മാക്ഫേഴ്സൺ സസ്പെൻഷനും ബാക്കിൽ മൾട്ടി ലിങ്ക് സെറ്റപ്പും ആണ്. ലെങ്ത്ത് 4275 mm ആണ്. വിഡ്ത്ത് 1800 mm ഉണ്ട്. സോ ഇറ്റ്സ് ഫെയർലി വൈഡ്. പക്ഷേ വലിയ ഹൈറ്റ് ഒന്നുമില്ല, 1635 mm ഉള്ളൂ. നല്ല വീൽ ബേസ് ഉണ്ട്, വലിയ ബാറ്ററി പാക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. 2700 mm വീൽ ബേസ് ഉണ്ട്. ഗ്രൗണ്ട് ക്ലിയറൻസ് 180 mm ആണ്. കാറിന് നല്ല വെയിറ്റ് ഉണ്ട്, 1700 to 1800 കിലോസ് വെയിറ്റ് ഉണ്ട്. സോ ഇറ്റ്സ് റിയലി ഹെവി. സാധാരണ മാരുതികൾ ഇതിൻ്റെ പകുതി വെയിറ്റ് ഉള്ളൂ എന്ന് ആലോചിക്കണം. ഇതിൻ്റെ സീറ്റിംഗ് പൊസിഷൻ വളരെ നല്ലതാണ്. നമ്മളിവിടെ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല വിസിബിലിറ്റി ഒക്കെ ഉണ്ട്. പറയുമ്പോൾ വിൻഡോസ് ഒക്കെ ഭയങ്കര ചെറുതാണ്. ഇരിക്കുന്ന സമയത്ത് ഇത് അത്ര വലിയ സൈസുള്ള ഒരു വണ്ടിയായിട്ടൊന്നും തോന്നുന്നില്ല. അപ്പോൾ നമ്മളൊരു ഫ്രോങ്സിലോ ഒരു സെലീറിയോയിലേക്ക് ഇരിക്കുന്ന പോലെയാണ്. റൂഫ് ലൈനും ഇതൊക്കെ കൂടി കുറച്ചൊരു ക്ലോസ്ട്രോഫോബിക് ഫീൽ ഉണ്ട് ഫോർ ദിസ് സെഗ്മെൻറ്റ് ഓഫ് കാർ. അതുപോലെ തന്നെ ഡാഷ്ബോർഡൊക്കെ വളരെ അടുത്താണ്. അപ്പോൾ അത് കാരണം നമുക്കൊരു വളരെ കോസി ആയിട്ടുള്ളൊരു സ്ഥലത്തിരിക്കുന്ന പോലെയാണ്. ഈ ഒരു സെൻട്രൽ കൺസോളിൽ ഈ ഒരു ഫ്ലോട്ടിംഗ് പീസൊക്കെ നമ്മുടെ വളരെ അടുത്താണ്. അതുപോലെ ഡോർ പാഡൊക്കെ വളരെ ഹൈറ്റിലാണ്. അപ്പോൾ അതുകൊണ്ട് വളരെ ടൈറ്റ് ആയിട്ടുള്ള സ്ഥലത്തിരിക്കുന്ന പോലെയാണ്. പക്ഷേ ഇറ്റ്സ് വെരി ഈസി ടു സീ ഔട്ട് ഓഫ്. മിറേഴ്സൊക്കെ നല്ല സൈസ് ഉണ്ട്. അതുപോലെ ബാക്കിലെ ഓവറോൾ വിസിബിലിറ്റി ഒന്നും വലിയ മോശമൊന്നുമില്ല. ആൻഡ് എർഗണോമിക്സ് ആർ ഫെയർലി ഡീസൻറ്റ്. നമ്മളിരിക്കുമ്പോഴും സ്റ്റിയറിംഗ് കുറച്ചൊരു സ്ക്വയർഡ് ഓഫ് ടോപ്പും ബോട്ടും ആണ്. പക്ഷെ എന്നാലും ഇറ്റ്സ് റിയലി കംഫർട്ടബിൾ. നമുക്ക് നല്ല രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ ഈ സീറ്റ്സും 10-way അഡ്ജസ്റ്റബിൾ ആണ്. അണ്ടർ തൈ സപ്പോർട്ടൊക്കെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ വെക്കാം. സീറ്റിൻ്റെ ഹൈറ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അതുപോലെ റിക്ലൈനൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. സീറ്റ്സിന് വലിയ വിഡ്ത്തൊന്നുമില്ല. ദേ ഫീൽ സ്ലൈറ്റ്ലി നാരോവർ. നമുക്ക് ആ ഒരു വണ്ണം കുറഞ്ഞ ആൾക്കാരെയാണ് കൂടുതൽ ഉദ്ദേശിച്ചേക്കുന്നത്. ബട്ട് ഇറ്റ്സ് ഫെയർലി ഡീസൻറ്റ്. ബാക്ക് സീറ്റും അത്ര സ്പേഷ്യസ് ആയിട്ട് തോന്നുന്നില്ല. നമ്മളവിടെ ഇരിക്കുമ്പോൾ നമ്മുടെ അണ്ടർ തൈ സപ്പോർട്ടൊന്നുമില്ല. ഫ്ലോർ ഭയങ്കര ഹൈ ആണ്. അതേപോലെ തന്നെ വലിയ കാര്യമായിട്ടുള്ള ഹെഡ് റൂമൊന്നും തോന്നുന്നില്ല. ഇറ്റ്സ് ഫെയർലി സ്മോൾ. വിൻഡോസൊക്കെ ഭയങ്കര ചെറുതാണ്. അതുപോലെ തന്നെ സീറ്റിൻ്റെ ബാക്കും കുറച്ച് അപ്രൈറ്റ് ആണ്. ലെഗ് റൂം ഓക്കെ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ സീറ്റ്സ് കുറച്ചും കൂടി ഫ്രണ്ടിലേക്ക് സ്ലൈഡ് ചെയ്യാം. ബൂട്ടിൽ എക്സ്ട്രാ സാധനങ്ങൾ വെക്കണം എന്നുണ്ടെങ്കിൽ. സ്റ്റാൻഡേർഡ് ബൂട്ട് സ്പേസ് 236 liters ആണ്. പക്ഷേ സീറ്റ്സ് ഫ്രണ്ടിലേക്ക് സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ യു ഗെറ്റ് അബൌട്ട് 306 liters ഓഫ് ബൂട്ട് സ്പേസ്. സ്റ്റിൽ വളരെ ചെറിയൊരു ബൂട്ടാണ്. ബാക്ക് സീറ്റിന് നമുക്ക് 40-20-40 സ്പ്ലിറ്റ് ഉണ്ട്. അപ്പോൾ അതായത് മിഡിലൊരു എക്സ്ട്രാ പോർഷൻ കൂടി ഉണ്ട്, വിച്ച് ക്യാൻ ബി ഫോൾഡഡ് ഡൗൺ. ലെങ്ത് ഉള്ള ഒബ്ജക്ട്സ് ഒക്കെ വെക്കണമെങ്കിൽ നമുക്ക് അതിൻ്റെ ഉള്ളിൽ വെക്കാം. ഓവറോൾ പ്രാക്ടിക്കൽ സ്പേസസ് വലിയ കുഴപ്പം തോന്നുന്നില്ല. ഡോർ പോക്കറ്റ്സ് ഒക്കെ ഒരുവിധം വലുതാണ്. അതുപോലെ തന്നെ ഈ ഒരു ആംബ്രസ്റ്റിൻ്റെ അടിയിൽ ചെറിയൊരു സ്റ്റോറേജ് ഉണ്ട്. അതുപോലെ ഈ ഒരു ഫ്ലോട്ടിംഗ് കൺസോളിൻ്റെ അടിയിലായിട്ട് നമുക്കൊരു ഹാൻഡ് ബാഗ് ഒക്കെ വെക്കാവുന്ന പോലത്തെ ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ഗ്ലൗ ബോക്സ് ഒക്കെ ഡീസൻറ്റ് സൈസാണ്. ഡാഷ്ബോർഡ് ഡിസൈൻ ഒന്നും നമുക്ക് അത്ര അപ്പീലിംഗ് ആയിട്ട് തോന്നില്ല. കുറച്ചൊരു മോഡേണിഷ് മിനിമലിസ്റ്റ് ലുക്ക് ഉണ്ട്. ഇപ്പോൾ AC ഇവൻസും ഇവിടെ ഈ ഒരു ചെറിയ റോ ഓഫ് ബട്ടൺസും മാത്രമേ ഉള്ളൂ ശരിക്കും ഡാഷ്ബോർഡ് കാണുമ്പോൾ. ഇവിടെ ഒരു കൺസോൾ കൊടുത്തിട്ടുണ്ട്. അതിൽ 2 കപ്പ് ഹോൾഡർ, അതിൻ്റെ ഫ്രണ്ടിൽ വയർലെസ് ചാർജർ. ഇവിടെ ഒരു ഗിയർ സെലക്ടർ ഉണ്ട്. പ്രസ് ചെയ്തിട്ട് തിരിച്ചിട്ടാണ് നമ്മൾ ഗിയേഴ്സ് സെലക്ട് ചെയ്യുക. അതിൻ്റെ സൈഡിൽ നമുക്ക് ഡ്രൈവ് മോഡ്സും അതുപോലെ റീജൻ മോഡ്, അതുപോലെ ട്രാക്ഷൻ മോഡ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ഇലക്ട്രിക് പാർക്കിംഗ് ബ്രേക്കും ഓട്ടോ ഹോൾഡിൻ്റെ ഫംഗ്ഷനും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കൺസോള് പിയാനോ ബ്ലാക്ക് ഫിനിഷ് ആണ്. ഇത് ഫിംഗർ പ്രിന്റ് മാഗ്നറ്റ് ആണെന്നുള്ളത് നമുക്ക് സഹിക്കാം. അതിലും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ചില സമയത്ത് സൺലൈറ്റ് റിഫ്ലക്ട് ചെയ്യുന്നതാണ്. ചിലപ്പോൾ ഒരു ആംഗിളിലൊക്കെ സൺ അടിക്കുകയാണെങ്കിൽ ഈ ഒരു ഭാഗത്ത് തട്ടിയിട്ട് നമ്മുടെ കണ്ണിൽ ഭയങ്കര ബ്രൈറ്റ് ആയിട്ട് അടിക്കുന്നുണ്ടാവും. ആൻഡ് ഇറ്റ്സ് റിയലി അനോയിങ്. ഇപ്പോൾ തന്നെ തുടങ്ങിയിട്ടുണ്ട് ചെറുതായിട്ട്. ഇതിലെ ബട്ടൺസ് ഒക്കെ വളരെ മിനിമലിസ്റ്റ് ആണ്. കാരണം മിക്കവാറും കൺട്രോൾസ് ഒക്കെ ഈ ഒരു ടച്ച് സ്ക്രീനിൻ്റെ അകത്താണ് കൊടുത്തേക്കുന്നത്. 10 ഇഞ്ചിൻ്റെ ഒരു ടച്ച് സ്ക്രീനാണ് അവിടെ. അതുകൂടാണ്ട് ഡ്രൈവർ ഡിസ്പ്ലേക്ക് വേണ്ടിയിട്ട് വേറൊരു 10 ഇഞ്ചും കൂടി കൊടുത്തിട്ടുണ്ട്. രണ്ടിൻ്റെയും ആ ഒരു ഫോർമാറ്റും ഡിഫറൻ്റ് ആണ്. ഇത് കുറേ കൂടിയും ടോളർ സ്ക്രീനാണ് 10 ഇഞ്ച്. പക്ഷേ ഇത് കുറേ കൂടിയും വൈഡർ സ്ക്രീനാണ്, കുറച്ചുകൂടി ഹൈറ്റ് കുറഞ്ഞ സ്ക്രീനാണ്. അത് സ്റ്റിയറിംഗിൻ്റെ അകത്ത് കാണുന്ന കറക്റ്റ് ഭാഗം ഇവിടെ വെച്ചിട്ടുള്ളൂ. പക്ഷേ അതിൻ്റെ മുകളിൽ തിക്കായിട്ടുള്ള വലിയൊരു ബെസൽ വന്നിട്ടുണ്ട്. അത് ഈ ഒരു സ്ക്രീനായിട്ട് മാച്ച് ചെയ്ത ഒറ്റ ഒരു ഫ്രെയിമിൻ്റെ അകത്ത് കൊള്ളിക്കാൻ വേണ്ടി ശ്രമിച്ചതിൻ്റെ കുഴപ്പമാണ്. ഞാൻ വിചാരിച്ചതിൻ്റെ മുകളിൽ എന്തെങ്കിലും ഫംഗ്ഷനാലിറ്റി ഉണ്ടാവും. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഡ്രൈവർ മോണിറ്ററിംഗ് സിസ്റ്റമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇതിൻ്റെ മുകളിലായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷേ ഒന്നുമില്ല. ഇറ്റ്സ് ജസ്റ്റ് എ വെരി തിക്ക് ബെസൽ. ഈ സൈഡിലും ഇവിടെയും ഒക്കെ ആയിട്ട് നല്ല വലിയ ബെസൽ കൊടുത്തിട്ടുണ്ട്. ഈ സ്ക്രീൻ കുറച്ചും കൂടി ലോവറാണ്. അപ്പോൾ അത് ഈ ഒരു സീറ്റിലിരുന്ന് കാണുമ്പോൾ കുഴപ്പമില്ല.
പക്ഷേ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ഒരു ഇത്തിരി വീടായിട്ട് തോന്നും, കാരണം നമുക്ക് ആ സ്ക്രീനിൻ്റെ ബോർഡേഴ്സൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഗ്രാഫിക്സ് ഒക്കെ വളരെ നല്ലതാണ്, വളരെ ലെജിബിളാണ്. ആൻഡ് ആ ഒരു ബ്ലൂ ആൻഡ് ബ്ലാക്ക് തീം ഈ ഒരു വണ്ടിയുടെയും ഓവറോൾ നെക്സ്റ്റ് സൈഡൊക്കെ ആ ഒരു ക്യാരക്ടറായിട്ടൊക്കെ ജെല്ല് ചെയ്ത് പോകുന്നുണ്ട്. സീറ്റിന് വെന്റിലേഷൻ ഫംഗ്ഷൻ ഉണ്ട്, പക്ഷേ അതൊക്കെ നമ്മൾ ഈ ടച്ച് സ്ക്രീനിൻ്റെ അകത്ത് പോയിട്ട് വേണം മാറ്റാനായിട്ട്. ഒരു നല്ല കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ അകത്ത് ഒരിക്കൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു സെറ്റിംഗ് അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തോളും. ക്ലൈമറ്റ് കൺട്രോളിൻ്റെ ഫംഗ്ഷൻസ് ഒക്കെ നമുക്ക് ഈ ഒരു ബട്ടൺ വഴി ക്വിക്കായിട്ട് ആക്സസ് ചെയ്യാം. അതുകൂടാണ്ട് നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ പോയിട്ട് അങ്ങനെയും ചെയ്യാം. ചെറിയൊരു ലാഗ് ഉണ്ട് നമ്മൾ എന്ത് ടച്ച് ചെയ്താലും ഒന്ന് റെസ്പോണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ അഡാസിൻ്റെ മെനുവിലേക്കൊക്കെ പോവുകയാണെങ്കിൽ അതൊരു സെക്കൻഡ് വേറൊരു ആനിമേഷൻ പ്ലേ ചെയ്തതിന് ശേഷമേ അതിലോട്ട് ആക്സസ് കിട്ടുന്നുള്ളൂ. സോ ദാറ്റ് ഈസ് എ ലിറ്റിൽ അനോയിങ്. അതുപോലെ തന്നെ നമ്മൾ മിക്കവാറും അഡാസ് ഫീച്ചേഴ്സൊക്കെ ഇതിൽ ഓഫ് ചെയ്ത് കഴിഞ്ഞാലും നെക്സ്റ്റ് ടൈം നമ്മൾ വണ്ടി എടുക്കുന്ന സമയത്ത് അതൊക്കെ വീണ്ടും ആക്ടിവേറ്റ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് അതും ഒരു ബുദ്ധിമുട്ടാണ്. ഡോർ പാഡിൻ്റെ മെറ്റീരിയൽസ് ഒക്കെ കുറച്ച് പ്ലാസ്റ്റിക്കാണ്. അതുപോലെ തന്നെ ഡാഷ്ബോർഡിൻ്റെ മെറ്റീരിയൽസ് ഒക്കെ കുറച്ച് സ്ക്രാച്ചി തിൻ പ്ലാസ്റ്റിക്സ് ആണ്. അപ്പോൾ അതുകൊണ്ട് വലിയൊരു പ്രീമിയംനെസ് ഈ ഒരു ക്യാബിനില്ല. അഗെയിൻ പ്രൈസിങ്ങിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഭയങ്കര പ്രൈസിങ് ആണെങ്കിൽ നമുക്കത് പ്രീമിയം അല്ല, പക്ഷേ ലോ പ്രൈസിങ് ആണെങ്കിൽ ദീസ് ആർ ഓക്കെ മെറ്റീരിയൽസ്. ഓഡിയോ സിസ്റ്റം കുറച്ച് ഡിഫറൻ്റ് ആയിട്ടാണ് സൗണ്ട് ചെയ്യണത്. കാരണം 2 സ്പീക്കേഴ്സ് മൗണ്ട് ചെയ്തേക്കുന്ന ഡാഷ്ബോർഡിൻ്റെ ആ ഒരു കോർണേഴ്സിലാണ്. നമ്മൾ പണ്ട് ഇൻഡിക്കേറ്ററൊക്കെ കണ്ട പോലെ ആ ഒരു ഇതാണ്. അപ്പോൾ അതുകൊണ്ട് ഗ്ലാസുമ്പോൾ തട്ടി റിഫ്ലക്റ്റ് ആയിട്ടുള്ളൊരു സൗണ്ടാണ് നമ്മൾ കൂടുതൽ കേൾക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഡിഫറൻറ്റ് സൗണ്ട് സ്റ്റേജിങ് ആണ്. ചില പാട്ടുകളൊക്കെ കേൾക്കുമ്പോൾ രസമായിട്ട് തോന്നും. നമ്മൾ കുറച്ച് നൊസ്റ്റാലജിക് ആയിട്ടുള്ള പഴയ പാട്ടുകളൊക്കെ കേൾക്കുന്ന സമയത്ത് ഇറ്റ് സൗണ്ട്സ് വെരി നൊസ്റ്റാലജിക്. നമ്മൾ പണ്ട് കാലത്തെ സ്പീക്കറിലൊക്കെ കേൾക്കണ പോലത്തെ ആ ഒരു ഫീലിംഗ് ആണ്. 2 ബാറ്ററി പാക്സ് ആണ് ഈ വിറ്റാരയ്ക്ക് വരുന്നത്. 49 kWh ഒരു ലോവർ സ്പെക് മോഡലും 61 kWh ഈ ഒരു വേരിയൻറ്റും ഉണ്ട്. പവർ ഔട്ട്പുട്ട്സും വ്യത്യാസമുണ്ട്. 144 bhp 174 bhp ആണ്. നമ്മളിപ്പോൾ ഓടിക്കുന്നത് 174 bhp ആണ്. 193 Nm ടോർക്ക് ഉണ്ട് 2 വണ്ടികൾക്കും. ടോർക്ക് ഔട്ട്പുട്ടിൽ വ്യത്യാസമില്ല. ഇൻ്റർനാഷണലി ഇതിനൊരു 180 bhp ഒരു ഓൾ വീൽ ഡ്രൈവ് വേർഷനും കൂടി വരുന്നുണ്ട്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഇപ്പോൾ ഇന്ത്യയിൽ അവരത് കൊടുക്കണില്ല. ഈ 61 kWh ബാറ്ററി പാക്കുള്ള വേർഷന് മാരുതി ക്ലെയിം ചെയ്യണത് 543 km റേഞ്ചാണ്. പക്ഷേ ഞാൻ ഓടിച്ച സമയത്തൊക്കെ ഇറ്റ് വാസ് ഡൂയിങ് സംതിങ് ലൈക്ക് ഒരു 420-430 കിലോമീറ്ററിൻ്റെ ഇടയിൽ നമുക്ക് ചാർജ് ചെയ്യേണ്ടി വരുന്നുണ്ടായിരുന്നു. സോ ഐ തിങ്ക് റിയൽ വേൾഡ് റേഞ്ച് എന്ന് പറയുന്നത് ഏകദേശം ഒരു 430-450 ഒക്കെ ഉണ്ടാവുള്ളൂ. അങ്ങനെ നോക്കുമ്പോൾ എഫിഷ്യൻസി ഇത്തിരി കുറവാണ്. കാരണം 61 kWh ബാറ്ററി പാക്ക് വെച്ചിട്ട് അത് വന്നാൽ പോരാ. ഒരു റെഫറൻസിന് വേണ്ടിയിട്ട് ഇപ്പോൾ ക്രെറ്റ EV ഒരു 51 kWh ബാറ്ററി പാക്കാണ്. അപ്പോൾ അതിനും ഏകദേശം ഒരു 450 കിലോമീറ്ററിൻ്റെ അടുത്ത് തന്നെ റേഞ്ച് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിന് എക്സ്ട്രാ ഒരു 10 kWh അടുത്ത് ബാറ്ററി പാക്കിന് സൈസ് ഉണ്ട്. ആൻഡ് വേർ ഇസ് ഇറ്റ് ഗോയിങ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. സെയിം തിങ് ഞാൻ BYD സീ ലയണിലും കണ്ടിട്ടുണ്ട്. അതിനും ബാറ്ററി പാക്കിനനുസരിച്ചുള്ള റേഞ്ച് ഇല്ല. കുറച്ചും കൂടി റേഞ്ച് ആവാമായിരുന്നു. 82 kWh ബാറ്ററി പാക്ക് ഉണ്ട്. പക്ഷേ ദ റേഞ്ച് ഈസ് നോട്ട് ഗുഡ് ഇനഫ് ഫോർ ദാറ്റ് സൈസ് ഓഫ് ബാറ്ററി. അപ്പോൾ അത് എന്തുകൊണ്ടാണെന്നുള്ളൊരു ക്വസ്റ്റ്യൻ എൻ്റെ മനസ്സിലുണ്ട്. ഇപ്പോഴും എനിക്കതിനൊരു ആൻസർ കിട്ടിയില്ല. ഡ്രാഗും റോളിംഗ് റെസിസ്റ്റൻസ് ഒക്കെയാണ് സാധാരണ ഒരു ഇലക്ട്രിക് കാറിൻ്റെ റേഞ്ച് കുറയ്ക്കുന്ന കാര്യങ്ങൾ. പക്ഷേ ഈ ഒരു വണ്ടിയിൽ അതൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടെന്നാണ് മാരുതി പറയുന്നത്. മേ ബി അടുത്ത ജനറേഷനിലൊക്കെ ഇത് കുറച്ചും കൂടി ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുണ്ടാവും. ഇപ്പോൾ ടാറ്റയുടെ ഒക്കെ കാര്യം പറഞ്ഞ പോലെ കുറേയധികം വണ്ടികളും കുറേ ആൾക്കാരൊക്കെ ഉപയോഗിച്ച് കഴിയുമ്പോൾ ആ യൂസർ ഡാറ്റയൊക്കെ ഉപയോഗിച്ച് ഇവർക്ക് ഇത് കുറേ കൂടി റിഫൈൻ ചെയ്യാൻ പറ്റും. ആസ് ഓഫ് നൗ ഇവർക്കൊരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇല്ല. സോ മേ ബി അതുകൊണ്ടായിരിക്കാം അത്ര ഒപ്റ്റിമൈസ്ഡ് അല്ല എന്ന് നമുക്ക് തോന്നുന്നത്. ആൻഡ് എഫിഷ്യൻസിയുടെ കാര്യം നമ്മൾ പറയുമ്പോൾ പെട്രോളിലെ പോലെ കിലോമീറ്റർ പെർ ലിറ്റർ എന്ന് പറയുന്ന പോലെ ഇതിൽ കിലോമീറ്റർ പെർ kWh ആണ്. അപ്പോൾ അതായത് 1 kWh കൊണ്ട് എത്ര കിലോമീറ്റർ ഓടും എന്നുള്ളത്. ക്രെറ്റയിൽ നമുക്കൊരു 7-8 ഒക്കെ നോർമലി കിട്ടാൻ ഭയങ്കര എളുപ്പമാണ്. പക്ഷേ ഈ ഒരു വണ്ടിയിൽ വെൻ യു ആർ ഓൺ ദ ഹൈവേ നമുക്കൊരു 90-100 ഒക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുമ്പോൾ ഇറ്റ്സ് ഓൺലി ഡൂയിങ് അറൗണ്ട് 5.5 കിലോമീറ്റർ പെർ kWh. നമ്മൾ വളരെ സൂക്ഷിച്ചൊക്കെ ത്രോട്ടിൽ കൊടുത്താലും ഇറ്റ്സ് സ്ട്രഗ്ലിംഗ് ടു ഗോ ബിയോണ്ട് ഒരു 6.5 മുകളിലോട്ട് അങ്ങനെ കയറുന്നില്ല. സിറ്റിയിൽ ഇറ്റ്സ് ഓക്കെ, കാരണം അവിടെ കുറേ കൂടി റീജിയനൊക്കെ ചെയ്യണോണ്ട് കുറച്ചും കൂടി എഫിഷ്യൻസി ഉണ്ട്. പക്ഷേ ഈ ഒരു ഹൈവേയിൽ ആ ഒരു മോട്ടറിൽ കണ്ടിന്യൂസ് ഡ്രോ വരുന്ന സമയത്ത് ദ നമ്പേഴ്സ് ആർ സ്ലൈറ്റ്ലി ലോവർ. ഇതിൻ്റെ മാക്സിമം റേറ്റ് ഓഫ് ചാർജിങ് എത്രയാണെന്നുള്ളത് മാരുതിക്കാർ കൃത്യമായിട്ട് പറഞ്ഞില്ല. ഞാൻ ചോദിച്ചപ്പോൾ ഓരോരുത്തരാണ് പറഞ്ഞത്. ബട്ട് ഇറ്റ് ടേക്സ് അബൌട്ട് 60 kWh എന്നുള്ളത് എനിക്ക് അറിയാം. കാരണം മിക്കവാറും എല്ലാ ചാർജേഴ്സും 60 ആയിരുന്നു നമ്മൾ ആ ഒരു ട്രിപ്പ് പോണ സമയത്ത്. ആൻഡ് അവിടേക്ക് ഒരു 20-80% ഒക്കെ ഒരു 20 മിനിറ്റ്സിനുള്ളിലൊക്കെ ചാർജ് കയറുന്നുണ്ടായിരുന്നു. ആൻഡ് 80% കഴിഞ്ഞിട്ടും ഒരുവിധം ഫാസ്റ്റായിട്ട് തന്നെ ചാർജ് കയറുന്നുണ്ടായിരുന്നു. പാസിംഗ് ആക്സലറേഷൻ ഒന്നും വലിയ കുഴപ്പമൊന്നുമില്ല. ഇറ്റ് ജസ്റ്റ് പിക്സ് അപ്പ് സ്പീഡ്. നമുക്കിപ്പോൾ ഒരു 100ൽ നിന്ന് നേരെ 120ലേക്കൊക്കെ ഇറ്റ് ഓൺലി ടേക്സ് ദാറ്റ് മച്ച് ടൈം. നമുക്കിതിൻ്റെ 0 to 100 ഒന്ന് നോക്കാം. സോ ഈ ഒരു പോയിന്റിൽ നിന്ന് നമുക്ക് ഗോയിങ് ടു ഫ്ലോർ ഇറ്റ് 20, 30, 40, 50, 60, 70, 80, 90, 100, 115, 120. കുഴപ്പമില്ല. ഇറ്റ് ടേക്സ് അബൌട്ട് 8.5 seconds. നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. ഐ എം ജസ്റ്റ് ഗെസ്സിങ്. അത്ര ഫാസ്റ്റായിട്ട് തോന്നണില്ല. 174 bhp അത്രയും ഫാസ്റ്റ് അല്ല. കാരണം
അവരതിൻ്റെ ട്യൂണിങ് കുറച്ചും കൂടെ ഒന്ന് റിലാക്സ്ഡ് ആക്കി വെച്ചിട്ടുണ്ട്. ഈവൻ ഇൻ സ്പോർട്ട് മോഡ് അത് അത്ര ഒരു അഗ്രസീവ് ആയിട്ടുള്ളൊരു പവർ ഡെലിവറി ഒന്നുമല്ല, ബട്ട് ഇറ്റ്സ് ഫെയർലി ഫാസ്റ്റ്. ഒരു ഇലക്ട്രിക് കാറിന് വേണ്ട പോലത്തെ ഒരു സ്പ്രൈറ്റ്ലി പെർഫോമൻസ് ഉണ്ട്. ആൻഡ് ഐ തിങ്ക് ഇറ്റ്സ് വൺ ഓഫ് ദ ക്വിക്കസ്റ്റ് മാരുതീസ്. കാരണം ഇപ്പോൾ ഉള്ള മാരുതികളിൽ ഏറ്റവും പെർഫോമൻസ് ഉള്ള വണ്ടി ഈ വിറ്റാരയാണ്. ബട്ട് ഇറ്റ്സ് ഓൾസോ വൺ ഓഫ് ദ സ്ലോവസ്റ്റ്. കാരണം ടോപ്പ് സ്പീഡ് ഈസ് റെസ്ട്രിക്റ്റഡ് ടു 160. ഹാൻഡ്ലിംഗ് വലിയ കുഴപ്പമില്ല. സ്റ്റിയറിംഗ് ഒക്കെ നമുക്ക് ഡയറക്റ്റ് ആയിട്ടൊക്കെ തോന്നും, ഡയറക്ഷൻ ചേഞ്ചസ് ഒന്നും വലിയ പ്രശ്നം തോന്നുന്നില്ല. പക്ഷേ ഇറ്റ് ഡസൻ സെറ്റിൽ ഡൗൺ. ആ സസ്പെൻഷന് ഒരു അണ്ടുലേഷൻസിന് ഇങ്ങനെ റൈഡ് ചെയ്ത് പോണ പോലത്തെ ഒരു സ്വഭാവമുണ്ട്. സോ ഇറ്റ് ഫീൽസ് ഫ്ലോട്ടി. നമ്മൾ ഹൈ സ്പീഡിലൊക്കെ പോണ സമയത്തും ചെറിയൊരു ബോബിങ് മോഷൻ ഉണ്ട്. ഒരു പ്രോപ്പർലി ഡാംഡ് അല്ലാത്ത പോലത്തെ ഒരു ഫീലിംഗ് നമുക്ക് കിട്ടും. ആൻഡ് ഇറ്റ് ഗെറ്റ്സ് വേഴ്സ്. നമ്മൾ കോർണേഴ്സ് ഒക്കെ എടുക്കുന്ന സമയത്ത് എക്സ്പാൻഷൻ ജോയിൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് ജസ്റ്റ് ഒന്ന് നമ്മളെ അടുത്ത ലൈൻ വരെ ഒന്ന് ചെറുതായിട്ടൊന്ന് മൂവ് ചെയ്യിപ്പിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ നാച്ചുറലി കുറച്ചൊന്ന് സ്ലോ ഡൗൺ ചെയ്യേണ്ടി വരും. സ്റ്റിയറിംഗ് ഫീൽ വലിയ കുഴപ്പമില്ല, ഒരുവിധം കമ്മ്യൂണിക്കേറ്റീവ് ഒക്കെയാണ്. പക്ഷേ ക്വിക്ക് ലൈൻ ചേഞ്ചസിലൊക്കെ നമുക്ക് ആ ഒരു വണ്ടിയുടെ ഒരു ഫ്ലോട്ടി നേച്ചർ നമുക്ക് ഫീൽ ചെയ്യും. ആസ് ഇൻ അതൊരു ഇത്തിരി സ്ലോ ആണ് റെസ്പോണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. സ്റ്റിയറിംഗ് ആക്യുറേറ്റ് ആണ്. ട്രാഫിക്കിലൊന്നും നമുക്ക് ഉപയോഗിക്കുമ്പോൾ വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നില്ല. കാരണം ഇറ്റ്സ് വെരി ഈസി ടു പ്ലേസ് ദ കാർ വേർ യു വാണ്ട്. നമുക്ക് കോർണേഴ്സൊക്കെ കാണാൻ പറ്റും, ബോണറ്റിൻ്റെ എഡ്ജൊക്കെ നമുക്ക് ഇവിടെ ഇരുന്ന കൃത്യമായിട്ടൊക്കെ കാണാൻ പറ്റും. ആൻഡ് ഇറ്റ്സ് എ റിയലി കോമ്പാക്ട് കാർ. അപ്പോൾ അതുകൊണ്ട് വളരെ സുഖമായിട്ട് കൊണ്ടു നടക്കാൻ പറ്റും. ട്രാഫിക്കിലൊന്നും നമുക്ക് യാതൊരു ബുദ്ധിമുട്ടൊന്നും തോന്നില്ല. വണ്ടിക്ക് അങ്ങനെ വലിയ ഓവർ ഹാങ്സ് ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഇറ്റ്സ് വെരി മാനേജബിൾ ഇൻ ട്രാഫിക്. മിക്കവാറും ആൾക്കാർക്കൊക്കെ അതായിരിക്കും വേണ്ടത്. ഇതിൻ്റെ റൈഡ് ക്വാളിറ്റി കുറച്ച് ഫേമാണ്. ചെറിയ പോട്ടോൾസും അതുപോലെ തന്നെ റോഡിലെ റട്ട്സൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. അതുപോലെ തന്നെ ചെറുതായിട്ടൊന്ന് ക്രാഷ് ആയിട്ടും തോന്നും ചിലപ്പോൾ വലിയ ബംസിലൊക്കെ നമ്മൾ ഹിറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ. സസ്പെൻഷൻ കുറച്ച് നോയ്സിയാണ്. ആൻഡ് ഓൾസോ 18-inch വീൽസ് ആണ്. അപ്പോൾ അതുകൊണ്ട് വലിയ കാര്യമായിട്ടുള്ള പ്രൊഫൈൽ ഇല്ല. അപ്പോൾ അതുകൊണ്ട് ദാറ്റ് മൈറ്റ് ബി വൺ ഓഫ് ദ റീസൺ. ആൻഡ് ഓൾസോ ഈ കാറിന് ഭയങ്കര വെയിറ്റ് ഉണ്ട്. സോ സംതിങ് ലൈക്ക് 1700-1800 കിലോസ് ഉണ്ട് ഇതിൻ്റെ ഭാരം. അപ്പോൾ അത് ഐ തിങ്ക് സുസുക്കിക്ക് ആ ഒരു സാധാരണ ലൈറ്റ് വണ്ടികൾ ഉണ്ടാക്കി ശീലിച്ചതുകൊണ്ടായിരിക്കാം മേ ബി ഇതുപോലൊരു ഹെവി വണ്ടി ഉണ്ടാക്കിയപ്പോൾ സസ്പെൻഷൻ ട്യൂണിങ് അത്ര നന്നായിട്ടില്ല. ഇതിൻ്റെ അടുത്ത ജനറേഷൻ വാട്ട് എവർ കംസ് അപ്പ് നെക്സ്റ്റ് ഇയറിൽ അവരൊരു ഇന്ത്യൻ വണ്ടി ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അത് കുറേ കൂടിയും ബെറ്റർ ആയിരിക്കും. ഇതിൽ അവരുടെ ഫോക്കസൊക്കെ ഇലക്ട്രിക് ബാക്കി സാധനങ്ങളിലൊക്കെ ആയിരുന്നു കാണണം. സോ സസ്പെൻഷൻ ട്യൂണിങ്ങിന് കുറേ കൂടിയും ഇപ്പോൾ ഈ സാധനങ്ങളൊക്കെ നമുക്ക് നല്ലോണം ഫീൽ ചെയ്യണം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് സസ്പെൻഷൻ ട്യൂണിങ്ങിന് വേണ്ടി അവർ അതേ സമയം കളഞ്ഞായിട്ട് നമുക്ക് തോന്നണില്ല ഈ ഒരു വണ്ടി ഓടിക്കുന്ന സമയത്ത്. ബ്രേക്സ് ഒരുവിധം സ്ട്രോങ് ആണ്. ബാക്കിലും ഡിസ്ക് ബ്രേക്സ് ആണ്. കാലിബ്രേഷൻ വളരെ നല്ലതാണ്. നമുക്ക് ആ റീജൻ്റെ ഏരിയയിൽ നിന്ന് ഫ്രിക്ഷൻ ബ്രേക്സിലേക്ക് മാറണമെന്നും നമുക്ക് അങ്ങനെ കാര്യമായിട്ടൊന്നും ഫീൽ ചെയ്യൊന്നുമില്ല. ബ്രേക്സ് സ്റ്റോപ്പിംഗ് പവർ കാണിച്ചു തരണമെന്നുണ്ട്. പക്ഷേ ഈ ഒരു ഫോഗിൽ വിസിബിലിറ്റി ഇല്ലാത്തടത്ത് ബ്രേക്ക് ചെയ്യുന്നത് ഭയങ്കര റിസ്ക് ആണ്. ബാക്കിൽ എല്ലാവരും വരുന്നുണ്ടോ എന്ന് പോലും നമുക്ക് കാണാൻ വയ്യ. അപ്പോൾ അതുകൊണ്ട് ലെറ്റ്സ് നോട്ട് ഡു ദാറ്റ്. സ്ട്രെയിറ്റ് ലൈൻ സ്റ്റെബിലിറ്റി ഒക്കെ വളരെ നല്ലതാണ്. നമുക്കിപ്പോൾ ഒരു ഹൈവേയിൽ ഈ ഒരു സ്പീഡിലൊക്കെ ക്രൂസ് ചെയ്യുന്ന സമയത്തൊക്കെ ഇറ്റ്സ് വെരി സ്റ്റേബിൾ. വിൻഡ് നോയ്സ്, ടയർ നോയ്സ് ഒക്കെ കുറച്ചുണ്ട്, ബട്ട് ദാറ്റ്സ് ഓക്കെ. ഈ വിറ്റാരയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇതൊരു മാരുതിയാണെന്നുള്ളതാണ്. കാരണം അത്രയധികം ആൾക്കാർക്ക് ട്രസ്റ്റ് ഉള്ളൊരു ബ്രാൻഡാണ്. ഇത്രയും വർഷമായിട്ട് ഇന്ത്യയിലുണ്ട്. നല്ല സർവീസ് നെറ്റ്വർക്ക് ഉണ്ട്. ഇവർ കാര്യമായിട്ട് എഞ്ചിനീയർ ചെയ്യാണ്ട് ഒരു പ്രോഡക്റ്റ് ഇന്നേ വരെ ഇന്ത്യയിൽ ഇറക്കിയിട്ടില്ല. അപ്പോൾ അതൊക്കെ കാരണം ഇത് റിലയബിൾ ആയിരിക്കും. ഇത് വേറെ ഗ്ലിച്ചസ് ഒന്നും ഇല്ലാണ്ട് ഓടിക്കോളും. കമ്പനി എന്തായാലും പൂട്ടിപ്പോവില്ല. അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ആൾക്കാർക്ക് നല്ല ധൈര്യം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു പ്രോഡക്റ്റിനേക്കാൾ ആ ഒരു കമ്പനിയുടെ ബാക്കിംഗ് ആണ് എനിക്കും നന്നായിട്ട് തോന്നുന്നത്. അതുകൂടാണ്ട് അവർ അതിൻ്റെ ചാർജിങ് നെറ്റ്വർക്കും അങ്ങനത്തെ ഇക്കോ സിസ്റ്റം ഡെവലപ്മെൻറ്റും ബാക്കി കാര്യങ്ങൾക്കൊക്കെ അവർ കുറേയധികം പണിയെടുത്തിട്ടുണ്ട്. വീട്ടിൽ ചാർജ് ചെയ്ത് സിറ്റിയിൽ മാത്രം ഓടിക്കുന്നവർക്ക് അത് ബാധകമല്ല. പക്ഷേ വെൻ യു ആർ ഔട്ട് ദെയർ, നമ്മളൊരു റോഡ് ട്രിപ്പൊക്കെ പോണ സമയത്ത് അതൊരു അഷുറൻസ് ആണ് ഇത്രയധികം ചാർജേഴ്സ് ഉണ്ടെന്നുള്ളത്. ഇതിന് വേണ്ടിയിട്ട് ഇവർ E4Me എന്ന് പറഞ്ഞിട്ട് ഒരു ആപ്പും ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതിൽ നമുക്ക് എല്ലാ ചാർജേഴ്സും എവിടെയൊക്കെ അവൈലബിൾ ആണെന്നുള്ളത്. നെക്സയിൽ ഇവർ ഇൻസ്റ്റാൾ ചെയ്ത ചാർജേഴ്സ് മാത്രമല്ല, ബാക്കി തേർഡ് പാർട്ടി ചാർജേഴ്സ്, ഇപ്പോൾ നമ്മുടെ നാട്ടിലാണെങ്കിൽ നമ്മുടെ GoECയുടെ ഒക്കെ ചാർജർ അങ്ങനെയുള്ളതൊക്കെ അതിൽ ലിസ്റ്റ് ചെയ്യും. വിച്ച് യു ക്യാൻ ആക്സസ്. അതിൻ്റെ അവൈലബിലിറ്റി നമുക്ക് അറിയാൻ പറ്റും. അതിൽ പേയ്മെൻറ്റ് കൊടുക്കാനായിട്ട് എല്ലാത്തിനും കൂടി ഒറ്റ വാലറ്റ് ഉണ്ടാക്കിയാൽ മതി. സോ ഇറ്റ്സ് വെരി കൺവീനിയൻറ്റ്. ആൻഡ് എൻ്റെ ഡ്രൈവിൽ മുഴുവൻ ഇതിന് വേറെ ഗ്ലിച്ചസ് ഒന്നും ഇല്ലാണ്ടൊക്കെ ഓടി. ചില സമയത്ത് ചാർജ് പ്രഡിക്ഷൻ ഒരു ഇത്തിരി തെറ്റുണ്ടായിരുന്നു ഇനീഷ്യലി ആ വണ്ടി എടുത്ത് തുടങ്ങിയ സമയത്ത്. ബട്ട് അതർ ദാൻ ദാറ്റ് ഇറ്റ് ഹാഡ് നോ ഇഷ്യൂസ് വാട്ട്സോ എവർ. അതുപോലെ തന്നെ നമ്മൾ ചാർജറിലോണ്ട് കണക്ട് ചെയ്യുമ്പോഴും പെട്ടെന്ന് തന്നെ ഒരു 55 kW ഒക്കെ നേരെ ഡ്രോ ചെയ്യുന്നുണ്ട്. സോ ചാർജിങ് വാസ് റിയലി ഫാസ്റ്റ്. ഒരു 20 to 80% ഒക്കെ ഒരു 25 മിനിറ്റ്സിൻ്റെ അടുത്താണ് നമ്മൾ ചാർജ് ചെയ്യാൻ എടുത്തത്. അതുപോലെ തന്നെ 90% ആയാലും ചാർജിങ് അത്രയ്ക്ക് അങ്ങോട്ട് സ്ലോ ഡൗൺ ചെയ്യണമൊന്നുമില്ല. സോ നെക്സാ ഷോറൂമിലൊക്കെ ഇൻസ്റ്റാൾ ആയിട്ടുള്ള 60 kW ചാർജറിലൊക്കെ യു ക്യാൻ ടോപ്പ് ഇറ്റ് അപ്പ് ഇൻ അണ്ടർ ആൻ അവർ ആൻഡ് ബി ഓൺ യുവർ വേ. അപ്പോൾ അതൊക്കെയാണ് ഈ വിറ്റാരയുടെ പ്രത്യേകതകൾ. നിങ്ങൾക്ക് ഈ വണ്ടിയുടെ സ്റ്റൈലിംഗ് ഇഷ്ടമായോ എന്നുള്ളതും നിങ്ങൾക്ക് ഇതിൻ്റെ ഫീച്ചേഴ്സും ഇൻറ്റീരിയറൊക്കെ സാറ്റിസ്ഫാക്ടറി ആയിട്ട് തോന്നിയോ എന്നുള്ളതൊക്കെ ഒന്ന് കമൻസിൽ അറിയിക്കുക. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വേറൊരു ദിവസം കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.